ഒരു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. Say hi to my YouTube family. Hi. Hi guys. Project Expo അടിപൊളിയാണ്. സീരിയസ്ലി വ്ളോഗ് വരുമോ? നമ്മുടെ കോളേജിലെ EC ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോജക്റ്റ് എക്സ്പോ ആണ്. നമ്മൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്. നമ്മളെല്ലാവരും പ്രോജക്റ്റ് ചെയ്തത് നമ്മൾ ഓഡിറ്റോറിയത്തിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്ത് ചോദിച്ചാലും അത് ആൻസർ പറയും. പിന്നെ ഇതിന് സ്വന്തമായിട്ട് ഒരു ഇമോഷൻസ് ഉണ്ട്. പിന്നെ ഇത് ഹാൻഡ് ജസ്റ്റേഴ്സ് ആണ്. ഹായ് ഷെയ്ക്ക്. ഇതാണ് നമ്മുടെ ട്രീ ഇല്ലാത്തത് കൊണ്ട് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ മോട്ടർ കറങ്ങി ടയർ ഇറങ്ങി നമ്മുടെ സാധനം മുകളിലേക്ക് കയറും. പ്രൊജക്ട് ഡിഫൻസ് ഡ്രോൺ റിയൽ ടൈം ആയിട്ട് സ്കിൻ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാണ് ക്യാമറ വെച്ചിട്ട്. നമുക്കിത് ഓഫ്ലൈൻ മോഡിൽ യൂസ് ചെയ്യാം. ഓട്ടോണോമസ് സെർച്ച് ആൻഡ് റെസ്ക്യൂ റോവർ. ബീച്ച് ക്ലീനിങ് റോബോട്ട്. ആക്ച്വലി ഇങ്ങനെ കുറേ പ്ലാസ്റ്റിക്സ് ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വണ്ടി ഓടിയിട്ട് 15 സെൻറ്റിമീറ്റർ എത്തുമ്പോൾ വണ്ടി നിൽക്കും. വണ്ടി നിന്നിട്ട് നമ്മുടെ ക്യാമറ വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് അതിനകത്ത് നമ്മൾ ഇമേജ് ഫംഗ്ഷൻ വഴി നമ്മൾ നോക്കും. എന്നിട്ട് അത് വാട്ടർ സ്പൂൺ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മുടെ ആമിലേക്ക് ഹൈ വാല്യൂ ഇല്ലേ, അപ്പോൾ ആം അതൊന്ന് പിക്ക് ചെയ്തിട്ട് ബാസ്ക്കറ്റിലേക്ക് ഇടും. ഈ ECG നമുക്കൊരു പേജിൽ അപ്ലോഡ് ചെയ്യാം. ഡോക്ടറും പേഷ്യൻറ്റുമായിട്ട് സംസാരിക്കാം. ഇത് SpO2 കാണിക്കുന്നു, ഹാർട്ട് ബീറ്റ് കാണിക്കുന്നു. ഇത് ആക്ച്വലി ഒരു ഇലക്ട്രോണിക് സെക്യൂരിറ്റി സിസ്റ്റമാണ്. ഇത് നമ്മൾ ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഒരു മോഷൻ ചെയ്തിട്ട് അൾട്രാസോണിക് സെൻസർ ഡിറ്റക്റ്റ് ആവും. ഒരാൾ വരുമ്പോൾ ഇവിടെ സ്റ്റോപ്പാവും. ഇത് സ്റ്റോപ്പായിട്ട് അയാളെ ഡിറ്റക്ട് ചെയ്യും. അതിപ്പോൾ ഈ നോൺ പേഴ്സൺ ആണെങ്കിൽ ഒന്നും ചെയ്യില്ല. അൺനോൺ പേഴ്സൺ ആണെങ്കിൽ നമുക്ക് ഫോട്ടോ വരും. പിന്നെ ഒരു പാർക്കിംഗ് സൗണ്ട് കേൾക്കും. Okay, so this item automatically scans and അങ്ങനെ പറയാമോ, ഐക്കൺ ആഡ് ചെയ്യുമ്പോൾ ഇൻസേർട്ട് ദി ATM കാർഡ്. കുറച്ച് ATM കാർഡ്സ് ഉണ്ട്. സക്സസ്ഫുൾ. കിട്ടിയില്ല. കുറെ കഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട്. അതായത് ഡിമെൻഷ്യ ഉള്ള ആൾക്കാർക്ക് അവരുടെ കറണ്ട് ലൊക്കേഷനും അവരുടെ ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ എന്താ, ഓർമ്മക്കുറവുള്ള ആൾക്കാർ. ഈ റൂമിനകത്ത് ഒരു ESP നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ വിയറബിൾ ഡിവൈസിനകത്ത് ഒരു ESP ഉണ്ട്. അപ്പോൾ ഏത് റൂമിനുള്ളിലാണ് കറണ്ട് ലൊക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന പരിപാടി. ഇത്ര സെക്കൻഡ് മുറിയിൽ ഇരുന്നൊന്നും പറഞ്ഞിട്ടുള്ള മെസ്സേജ് കെയർടേക്കർക്ക് പോകും. അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് മെസ്സേജ് പോകും. ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും കെയർടേക്കർക്ക് മെസ്സേജ് പോകും. ബെസ്റ്റ് പ്രോജക്റ്റ് ആണോ? നീ തന്നെ പറഞ്ഞാൽ മതിയോ? കോൺഫിഡൻസ് ആണ്. ഓക്കെ. ഇതിനടിയിൽ റോഡിലും പോയിട്ടുണ്ട്. സോ വൺസ് കാർ മൂവ്സ് അബവ് ദ The car gets charged. സ്മാർട്ട് ഫുഡ് അനലൈസർ ആൻഡ് പേഴ്സണലൈസ്ഡ് ഹെൽത്ത് അസിസ്റ്റൻറ്റ്. ഫുഡ് അനലൈസ് ചെയ്തിട്ട് ഹെൽത്ത് അസിസ്റ്റൻ്റ് റോൾ ചെയ്യും. ഡയറ്റീഷ്യൻ നമ്മൾ ഫുഡ് ഇൻപുട്ടായി കൊടുക്കും. ആ ഫുഡിൻ്റെ പിക്ചർ എടുക്കും, ആ ഫുഡിൻ്റെ വെയിറ്റ് എടുക്കും, അതിൽ എത്ര കാലോറി ഉണ്ട് എന്ന് പ്രസൻറ്റ് ആണെന്നുള്ളത് കണ്ടുപിടിക്കും. ഈ സ്മാർട്ട് ബാൻഡ് വെച്ചിട്ട് നമ്മൾ എത്ര കാലോറി ബേൺ ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഡേറ്റ വെച്ചിട്ട് നമ്മൾ ഒരു ദിവസം എത്ര കാലോറി ഇൻടേക്ക് ചെയ്യണം എന്നുള്ളതും. അപ്പോൾ നമുക്കിപ്പോൾ പറയണം എനിക്ക് വെയിറ്റ് ഗെയിൻ ആണ് വേണ്ടതെന്ന് അതിനൊരു ഡയറ്റ് പ്ലാൻ തരും. വെയിറ്റ് ലോസ് ആണെങ്കിൽ അതിനുള്ള ഡയറ്റ് പ്ലാൻ തരും. കോൺസ്റ്റന്റ് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ അതിനുള്ള ഡയറ്റ് പ്ലാൻ തരും. ഇതാണ് ഞങ്ങൾ ചെയ്ത പ്രോജക്റ്റ്. ക്യാമറയിൽ നിന്ന് ഏതെങ്കിലും ഒരു ബേർഡ് ഡിറ്റക്ട് ആവുമ്പോൾ 2 സ്കാനറോസ് ആക്ടിവേറ്റ് ആവും. ഇതൊരു റൊട്ടേറ്റിംഗ് ഫീൽഡാണ്. അപ്പോൾ നമ്മുടെ ക്രോണ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാർഫോ ഗെറ്റ്സ് ആക്ടിവേറ്റഡ്. ക്രോണ് ഡിറ്റക്ട് ചെയ്യുന്നതാണ്. ഹായ് ഗൈസ്. മാൻഹോൾ മോണിറ്ററിംഗ് സിസ്റ്റം. ഡ്രെയിനേജിൽ ഇറങ്ങുന്ന വർക്കേഴ്സിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയത് SP32 Wi-Fi മൊഡ്യൂൾ, ഗ്യാസ് സെൻസർ, ഇത് ടെമ്പറേച്ചർ സെൻസർ, ഫ്ലെയിം സെൻസർ, 2 അൾട്രാസോണിക്, ഒരെണ്ണം വാട്ടർ ലെവൽ ചെക്ക് ചെയ്യാനായിട്ട്, ഒരെണ്ണം ലിഡ് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്. ഫോണിൽ SMS ലെവൽ ഹൈ ആയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ SMS വരാൻ തുടങ്ങി. നേഴ്സ് റോബോട്ട് എന്ന് പറഞ്ഞ റോബോട്ടാണ്. നേഴ്സുമാർക്ക് ഈ ഷോർട്ടേജ് ഒക്കെ ഉണ്ടാകും കോവിഡ് ടൈമിലൊക്കെ. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. നേഴ്സ് ഇല്ലാത്തപ്പോൾ ഇത് ഓട്ടോമാറ്റിക് മോഡിൽ വർക്ക് ചെയ്യും. നേഴ്സ് ഉള്ളപ്പോൾ വേണമെങ്കിൽ പുറത്ത് നിന്നിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ഇല്ലാണ്ട് നേഴ്സിന് മാനുവലി കൺട്രോൾ ചെയ്യാം. ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് പോകും. പിന്നെ ടെമ്പറേച്ചർ സെൻസർ ചെയ്യും, ഹാർട്ട് ബീറ്റ് സെൻസർ ചെയ്യും, ഹ്യൂമിഡിറ്റി സെൻസർ ചെയ്യും, ഓക്സിജൻ സെൻസർ ചെയ്യും. അങ്ങനെ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. മെമ്പറല്ല. ഓട്ടോമാറ്റിക് CPR 2 മോഡുണ്ട്, അഡൾട്ട് മോഡ്, ഇൻഫന്റ് മോഡ്. പ്ലേസ് ഫിംഗർ ഓൺ HP സെൻസർ. ഇതാണ് HP സെൻസർ. പൾസ് മെഷർ ചെയ്യാൻ വേണ്ടി ഫിംഗർ വെച്ച് കൈ എടുക്കും.
ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ച് എമർജൻസി അലേർട്ട് മെസ്സേജ് വിളിച്ചിട്ട് പോയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കറണ്ട് ലൊക്കേഷൻ. നമ്മൾ ഫോണിൽ ഫേസ് ഐ ഡി യൂസ് ചെയ്യുന്ന പോലെ ഇനി നമുക്ക് കാറിൽ യൂസ് ചെയ്യാം. അപ്പോൾ കാറിൽ നമ്മൾ ഫേസ് ഐ ഡി റെക്കഗ്നൈസ് ചെയ്തിട്ട് കാർ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ അശ്വന്തിന്റെ ഫേസ് ആണ് ഇവർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്. ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടാവും. കാറിപ്പോൾ ഓഫായി, റണ്ണാവുന്നില്ല. ഓ അശ്വന്ത് ജി ശരിയായില്ലേ? ഇനി അടുത്താണ് നമ്മൾ എന്താണ് ഓർഡർ ചെയ്തത് അത് വരും. ആ LCD മൊഡ്യൂളിൽ കസ്റ്റമർ എടുത്ത ഫുഡ് ഏതാണ്, ആ ടേബിൾ നമ്പർ ഏതാണ്, എല്ലാത്തിനും ഡിസ്പ്ലേ ആയിട്ട് സൈഡിൽ കൂടി കാണുന്ന ലൈൻസ് ഉണ്ടല്ലോ, ഈ ലൈൻസ് എത്തുമ്പോഴത്തേക്കും റോബോട്ടിന് മനസ്സിലാവും ഓരോ ടേബിൾ എത്തിയിട്ട്. അങ്ങനെ ആ ലൈൻ എത്തുമ്പോൾ റോബോട്ട് സ്റ്റോപ്പായിട്ട് ഈ സെർവർ മോട്ടർ ഇങ്ങോട്ട് തിരിയുമ്പോൾ കസ്റ്റമറിന് ഫുഡ് എടുത്തിട്ട് എൻജോയ് ചെയ്യാം. ഈ മോട്ടറിന്റെ റൂമുണ്ടല്ലോ, ഇതൊരു പ്രോട്ടോടൈപ്പ് ആണ്. നമുക്ക് ഇതിന്റെ ഹൈ ഷേപ്പ് നമ്മൾ ഇത് ക്വാഡ് കോപ്റ്റേഴ്സ് അതായത് 4 പ്രൊപ്പല്ലേഴ്സ് ഇതൊരു ഹ്യൂമൻ ഡിറ്റക്ഷൻ റോബോട്ടാണ്. സ്കെയിലും ഇമേജ് പ്രോസസ്സിംഗ് ഇൻ്റഗ്രേറ്റ് ചെയ്ത സാധനം. ക്യാമറ വഴി റാസ്ബെറി, ഇതിൻ്റെ അടിയിൽ റാസ്ബെറി പൈ കണക്ട് ചെയ്ത് നമ്മൾ ഇമേജ് പ്രോസസ്സിംഗ് ചെയ്യുന്നൊരു സംഭവമാണ്. ചാനൽ റിപ്പോർട്ട് ചെയ്യുക എല്ലാവരും. വളരെ നല്ലൊരു അഭിപ്രായമാണ്. ലൈക്ക്, ഷെയർ, റിപ്പോർട്ട് ചെയ്യുക. അബ്യൂസ് റിപ്പോർട്ട് ഫോർ അബ്യൂസ് എന്തെങ്കിലും ഇടുക. ഓക്കെ, താങ്ക് യു. കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫോൺ നമ്പർ 120